അതിർത്തിയിലൂടെ അശാന്തി വിതറാനെത്തിയ ശത്രുവിനെ സ്വന്തം പാളയത്തിലേക്ക് തുരത്തിയോടിക്കാൻ കഴിഞ്ഞ ദിനം വിജയ് ദിവസ്. ധീരദേശാഭിമാനികൾ ജീവൻ ബലി നൽകി കാർഗിൽ യുദ്ധവിജയം ഇന്ത്യക്ക് സമ്മാനിച്ചതിന്റെ 12ാം വാർഷികമാണ് ഇന്ന്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമുന്നണിയിൽ പ്രകൃതിയോട് മല്ലടിച്ചാണ് ഇന്ത്യൻ ജവാന്മാർ പാകിസ്ഥാൻ കയ്യേറിയ അതിർത്തി പോസ്റ്റുകൾ തിരികെ പിടിച്ചത്. 1999 മെയ് 26 ജമ്മു കാശ്മീരിലെ കാർഗിൽ, ദ്രാസ് ബറ്റാലിക് മേഖലകളിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ പിന്തുണയുള്ള ആക്രമണകാരികൾക്കു നേരെ വ്യോമാക്രമണം നടത്തിക്കൊണ്ട് ഇന്ത്യക്ക് 28 വർഷത്തിനു ശേഷം വീണ്ടും ഒരു യുദ്ധത്തിലേർപ്പെടേണ്ടി വന്നു. എല്ലാ ശൈത്യകാലത്തും അതിർത്തി രേഖയ്ക്കപ്പുറത്തും ഇപ്പുറത്തുമുള്ള അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് കാവൽ സൈനികർ മാറി നിൽക്കാറുണ്ട്. വീണ്ടും വസന്തകാലം വരുമ്പോഴേക്കും ഇരുപക്ഷവും സ്വന്തം പോസ്റ്റുകളിൽ തിരികെ എത്തുകയും ചെയ്യും. എന്നാൽ 1999 പതിവിലും നേരത്തെ മടങ്ങിയെത്തിയ പാകിസ്ഥാൻ സൈന്യം കാശ്മീർ ഭീകരരുടെയും അഫ്ഗാൻ കൂലിപ്പടയാളികളുടെയും സഹായത്തോടെ കാർഗിലിലെ ഉയർന്ന പോസ്റ്റുകൾ പിടിച്ചടക്കി ശ്രീനഗറിലെ ദേശീയപാത നിയന്ത്രണത്തിലാക്കി. ഇന്ത്യൻ പോസ്റ്റുകൾ പിടിച്ച വിവരം ഒരാട്ടിടയനാണ് ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചത്. മെയ് 8 കാർഗിൽ മലനിരകൾക്ക് മുകളിൽ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയത്. 25 കിലോമീറ്റർ വരുന്ന ഇന്ത്യൻ പ്രദേശത്ത് ഏതാണ്ട് 800 നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന് സൈന്യത്തിന് ബോധ്യമായപ്പോഴേക്കും വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ശ്രീനഗറിലെ ഹൈവേ പിടിച്ചടക്കുക എന്ന പാക് തന്ത്രഭാഗമായിരുന്നു നുഴഞ്ഞുകയറ്റം. വേനൽക്കാലത്ത് പോലും കൊടും ശൈത്യം അനുഭവപ്പെടുന്ന കാർഗിലിൽ തണുപ്പുകാലത്ത് 0 താഴെ 50 ഡിഗ്രി വരെ തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ശത്രുവിന്റെ ശേഷിയെ കുറച്ചു കണ്ട ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. മെയ് 27 ഇന്ത്യയുടെ MiG-27 വിമാനം വെടിവെച്ചിട്ട് ലഫ്റ്റനന്റ് കേണൽ നചികേതയെ പാകിസ്ഥാൻ തടവുകാരനാക്കി. നചികേതയെ അന്വേഷിച്ചു പോയ MiG-21 വിമാനത്തെ നിയന്ത്രണ രേഖയിൽ വെടിവെച്ചിട്ടു. മെയ് 28 ഇന്ത്യയുടെ MiG-17 ഹെലികോപ്റ്റർ വെടിയേറ്റു വീണ് 4 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ പിൻവലിച്ചു. ഒപ്പം യുദ്ധത്തിന്റെ തന്ത്രം മാറ്റി. ഇന്ത്യൻ സൈന്യം ജൂൺ ആദ്യാഴ്ചയിൽ കാർഗിലിലും ദ്രാസിലും ആക്രമണം ശക്തമാക്കി. ജാട്ട് റെജിമെന്റിലെ 6 സൈനികരുടെ മൃതദേഹം ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ ഏൽപ്പിച്ചത് അംഗഭംഗം വരുത്തിയ നിലയിലാണ്. ജൂൺ 13 ഇന്ത്യൻ സേന ടോലോലി കൊടുമുടി പിടിച്ചെടുത്തു. ജൂൺ 20 .5140 പിടിച്ചെടുത്തതോടെ ടോലോലി കുന്നുകൾ പൂർണ്ണമായും ഇന്ത്യൻ അധീനതയിലായി. ജൂലൈ 4 ടൈഗർ ഹില്ലും തിരിച്ചുപിടിച്ചു. അന്താരാഷ്ട്ര രംഗത്തെ കടുത്ത സമ്മർദ്ദം കാരണം പാകിസ്ഥാൻ ജൂലൈ 11 കാർഗിലിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പിൻവലിക്കാൻ തുടങ്ങി. അങ്ങനെ ഓപ്പറേഷൻ വിജയ് എന്നു പേരുള്ള കാർഗിൽ യുദ്ധം വിജയിച്ചതായി ജൂലൈ 14 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പ്രഖ്യാപിച്ചു. എഴുപത്തിനാല് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 522 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു. 584 പേർക്ക് പരിക്കേറ്റു. 6 പേരെ കാണാതായി. ഈ കണക്കുകൾ വ്യക്തമല്ല. ഓരോ സൈനികന്റെയും നഷ്ടം സ്വന്തം കുടുംബത്തിന്റെ മാത്രമല്ല, ഭാരതമെന്ന പുണ്യഭൂമിയിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരുടെയും നഷ്ടം തന്നെയാണ്.
രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ഓരോ സഹോദരനും ഹൃദയാഞ്ജലിയോടെ ഒരു സല്യൂട്ട്. वतन की आन तुमसे है, वतन की शान तुमसे है, चलो चलो बढ़े चलो जवानों, तुम्हें सलाम, तुम्हें सलाम। वतन की आबरू हो तुम, वतन की आरज़ू हो तुम, न भूलो अपना देश है महान। वतन की आबरू हो तुम, वतन की आरज़ू हो तुम, न भूलो अपना देश है महान। तुम्हें सलाम, तुम्हें सलाम, तुम्हें सलाम। अरे दरना दना दरना तानू, उड़ा दो उनके सर जो राह में अड़े, मिटा दो उनको दुश्मनी से जो बढ़े। उड़ा दो उनके सर जो राह में अड़े, मिटा दो उनको दुश्मनी से जो बढ़े। कसम है अपनी माँ के दूध की तुम्हें, सजाएं दो उन्हें जो घेर कर लड़े। कसम है अपनी माँ के दूध की तुम्हें, सजाएं दो उन्हें जो घेर कर लड़ी, जो घेर कर लड़ी। तुम्हें सलाम, तुम्हें सलाम। लिखो ज़मीं और आसमां पे दास्तान, तुम्हारे दम से है वतन की आन बान। लिखो ज़मीं और आसमां पे दास्तान, तुम्हारे दम से है वतन की आन बान। जवाब दुश्मनों को दुश्मनी से दो, जवानों सीना तान कर बढ़े चलो। जवाब दुश्मनों को दुश्मनी से दो, जवानों सीना तान कर बढ़े चलो, बढ़े चलो। हर एक तरफ से जालिमों की घात है, वतन की लाज अब तुम्हारे हाथ है। हर एक तरफ से जालिमों की घात है, वतन की लाज अब तुम्हारे हाथ है। बढ़ो वे बढ़ के मोर्चों को घेर लो, दुआएं देश की तुम्हारे साथ हैं। बढ़ो वे बढ़ के मोर्चों को घेर लो, दुआएं देश की तुम्हारे साथ, तुम्हारे साथ हैं, तुम्हारे साथ हैं। तुम्हें सलाम, तुम्हें सलाम। वतन की आन तुमसे है, वतन की शान तुमसे है, चलो चलो बढ़े चलो जवानों, तुम्हें सलाम, तुम्हें सलाम। वतन की आबरू हो तुम, वतन की आरज़ू हो तुम, न भूलो अपना देश है महान। वतन की आबरू हो तुम, वतन की आरज़ू हो तुम, न भूलो अपना देश है महान। तुम्हें सलाम, तुम्हें सलाम, तुम्हें सलाम।